ഋഷിയുടെ പ്ലാനൊക്കെ ഇപ്പൊ പൊളിച്ചു കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ്. ഋഷി 6 പേരെ പവർ റൂമിൽ ഇടാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. ബിഗ് ബോസ് പറഞ്ഞു ഇനി ആളുകൾ കുറവാണ്, അതുകൊണ്ട് 4 പേരെ ഇട്ടാൽ മതി ഋഷി, ഇതൊക്കെയല്ലേ ഒരു ചലഞ്ച് എന്നുള്ളത്. അങ്ങനെ 4 പേരെയാണ് അപ്പൊ ഋഷിക്ക് പവർ റൂമിൽ ഇടാൻ പറ്റുള്ളൂ. ഋഷി ഇട്ടത് അൻസിബേനെയും അഭിഷേക് ശ്രീകുമാറിനെയും നോറയും റസ്മിനെയുമാണ്. അപ്പൊ റസ്മിൻ ഈ ആഴ്ചയും രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. 6 പേരെന്നും പറഞ്ഞ ഋഷി സായിയെയും നന്ദനെയും വിളിച്ചിരുന്നു, പക്ഷെ ബിഗ് ബോസ് അത് പറ്റില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അൻസിബയും നോറയും റസ്മിനും അഭിഷേക് ശ്രീകുമാറും ഋഷിയുമാണ് ഇപ്പോൾ പവർ റൂമിൽ ഉള്ളത്. പിന്നെ ടീമുകളെല്ലാം തിരിച്ചിരിക്കുകയാണ്. അർജുനും ശ്രീതുവും ജിൻഡോയുമാണ് ഡെൻ ടീമിലുള്ളത്. അതുപോലെ ടണൽ ടീമിലെ നന്ദനയും സായിയും അപ്സരയും അതുപോലെ തന്നെ ശരണ്യയുമാണ്. ചില ശ്രീരേഖയും സിജോയും അതുപോലെ തന്നെ ജാസ്മിനും അവർക്ക് കിച്ചൺ ഡ്യൂട്ടിയും ഡെൻ ടീമിലുള്ളവർക്ക് ബാത്റൂമും മറ്റവര് ഫ്ലോറുമാണ് ചെയ്യേണ്ടത്. അങ്ങനെ പ്രേക്ഷകർ പ്രതീക്ഷിച്ച പോലെ തന്നെ ശ്രീരേഖയും ശരണ്യയും ഒക്കെ പവർ റൂമിൽ നിന്നും ഇറങ്ങിയിരിക്കുകയാണ്. ഈ ആഴ്ച അവർ നോമിനേഷനിൽ വരാനും പുറത്തു പോകാനും സാധ്യതയുണ്ട്. പവർ റൂമിലാണെങ്കിലും കേറാത്ത ആളുകൾ തന്നെയാണ് കേറിയിട്ടുള്ളത്. ഋഷിയും റസ്മിനുമായിരുന്നു നേരത്തെ കേറിയിട്ടുണ്ടായിരുന്നത്, പക്ഷെ നോറ, അൻസിബ, അഭിഷേക് ശ്രീകുമാർ ഒന്നും കേറിയിട്ടുള്ളവരല്ല. എന്തായാലും ബിഗ് ബോസ് ഋഷിയുടെ പ്ലാൻ പൊളിച്ചടുക്കുകയാണ് ഉണ്ടായത്. പ്രേക്ഷകർ ഒരുപാട് പേര് അല്ലെങ്കിൽ കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഋഷി ഇങ്ങനെ വീക്ക് പ്ലേയേഴ്സിന് ഇടുന്ന ആ പ്ലാൻ ഒന്നും നടത്തരുതെന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെയായിരിക്കും ബിഗ് ബോസും അങ്ങനെ ചെയ്തത്.